ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് 2025 PSC നടത്തിയ പരീക്ഷകളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇവിടെ ഈ ക്ലാസ്സിൽ ഇന്ന് പഠിക്കുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2017 മുതൽ 2025 വരെയുള്ള അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറിൻ്റെ PSC നടത്തിയ എല്ലാ പരീക്ഷകളിലെയും മുഴുവൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചാനലിലുണ്ട്. നിങ്ങൾ അതെല്ലാം പോയി കണ്ട് പഠിക്കണം. ഇപ്പോൾ ഇവിടെ ഇത് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. എല്ലാം ശരിയായ ജോഡികളാണ്. സത്യശോധക സമാജ് ജ്യോതിറാവു ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ടൂരംഗ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ചൈനീസ് വിപ്ലവം. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്? AK ഗോപാലൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത? സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ്. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി, 1, 2 and 3. ശരിയായ പ്രസ്താവനകൾ: 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയമേത്? ഓപ്ഷൻ എ, 1 and 2. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം, ലെസഫെയർ സിദ്ധാന്തം. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി, 1, 2 and 3. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യസ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? ഓപ്ഷൻ എ, സ്പീക്കർ. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ ബി, ഉഷസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ സി, കോട്ടയം. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ ബി, പി സദാശിവം. താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി, ജസ്റ്റിസ് ഡി ശ്രീദേവി. താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികമേത്? ഓപ്ഷൻ എ, വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനി. പദവിയിലിരിക്കുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ഓപ്ഷൻ എ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെ എണ്ണം? ഓപ്ഷൻ എ, അധ്യായങ്ങൾ 5, വകുപ്പുകൾ 37. ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഓപ്ഷൻ സി, 42ാമത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42ാമത് ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ഏതു പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം
ഇനി പറയുന്നവയിലൂടെ നൽകുന്നു? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 19(1)(e). അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു. ഓപ്ഷൻ ബി 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. പറയുന്നവയിൽ കുട്ടികളിൽ 5-ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? ഓപ്ഷൻ ബി ന്യൂമോണിയ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? ഓപ്ഷൻ ഡി മാൻടോക്സ്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം? ഓപ്ഷൻ സി 126. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി കേക. കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് കേക. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര്? ഓപ്ഷൻ എ വിഗതകുമാരൻ. മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഇശൽ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഓപ്ഷൻ സി ചേറ്റൂർ ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയ്ക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഓപ്ഷൻ ബി ലോർഡ് കഴ്സൺ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. എല്ലാം ശരിയാണ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതപം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികള്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഓപ്ഷൻ ബി ബോംബെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ സി വില്യം ജോൺസ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? ഓപ്ഷൻ ബി ലോകസഭയിൽ. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃപരിശോധിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുക? ഓപ്ഷൻ ബി ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 61-ാം ഭേദഗതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കൺകറന്റ് ലിസ്റ്റ്. ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം? ഓപ്ഷൻ ബി നല്ലളം. പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം? ഓപ്ഷൻ ബി പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? ഓപ്ഷൻ ഡി പുല്ലമ്പാറ. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്? ഓപ്ഷൻ ബി കരേവാസ് മണ്ണ്. ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ എ ഹൈപ്പോതലാമസ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ സി തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ? ഓപ്ഷൻ സി വിറ്റാമിൻ സി. സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഓപ്ഷൻ എ ഇന്ത്യ പാകിസ്ഥാൻ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സെക്ഷൻ 66C മോഷണം തിരിച്ചറിയുക. സെക്ഷൻ 66D ആൾമാറാട്ടം വഴിയുള്ള വഞ്ചന. സെക്ഷൻ 66E സ്വകാര്യതയുടെ ലംഘനം. സെക്ഷൻ 66F സൈബർ ഭീകരത. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഇവയാണ്. ഓപ്ഷൻ ബി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഇന്ത്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ഡിജിറ്റൽ റുപ്പി.
വിപ്ലവവുമായി ബന്ധമില്ലാത്തതാരാണ്? ഓപ്ഷൻ ഡി ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ധനകാര്യ മന്ത്രാലയം. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻക്യോ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണം? ഓപ്ഷൻ സി മൊളാരിറ്റി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ബോയിൽ നിയമം. പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം? മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല? ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകൾ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നവയാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി പാറവൂർ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി കുമാരഗുരുദേവൻ. സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. ഓർത്തു വച്ചോണം, സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമി. തന്നിരിക്കുന്നതിലെ ശരിയായ ജോഡികളാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത? ഓപ്ഷൻ ഡി ആനി ബസന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി? ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപകൻ? ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര്? ഓപ്ഷൻ എ നീതി ആയോഗ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി ദാദാഭായി നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ സി 1936. മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഓപ്ഷൻ ഡി 5. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ഓപ്ഷൻ ബി കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ഓപ്ഷൻ എ AV കുട്ടിമാളു അമ്മ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ കുമാരനാശാൻ. പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതാര്? ഓപ്ഷൻ എ JJ തോംസൺ. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഓപ്ഷൻ സി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ഓപ്ഷൻ സി പ്രവേഗം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ ടാർട്രസിൻ. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ ബി സിങ്ക്. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി പൊട്ടാസ്യം.
സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല. ഓപ്ഷൻ എ സുന്ദർഗഡ്. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ സി കേരളം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത്ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഏറ്റവും വലിയ കായൽ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. ഓപ്ഷൻ ബി പമ്പ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ പെരിയാർ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഓപ്ഷൻ എ മംഗളവനം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കേരള കായിക ദിനം. ഓപ്ഷൻ എ ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ സി പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം. ഓപ്ഷൻ എ സൈലന്റ് വാലി. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി. ഓപ്ഷൻ ഡി വി വിശ്വനാഥൻ. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം. ഓപ്ഷൻ ബി 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി വില്യം കീലിംഗ്. വയനാട്ടിലെ കുരിശ് കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 4. എല്ലാം ശരി ഉത്തരങ്ങളാണ്. ശരിയായ പ്രസ്താവനകൾ: ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. ഓപ്ഷൻ ഡി IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ഓപ്ഷൻ സി വിറ്റാമിൻ സി. 32 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതാര്? ഓപ്ഷൻ ബി കെ കേളപ്പൻ. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമുള്ളവർ: NV ജോസ്, PK കുഞ്ഞ്, C കേശവൻ. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി വടകര. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ടി പ്രകാശൻ. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻ സി 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 51 A വകുപ്പിൽ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ ബി 16-ാം വകുപ്പ്. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ഓപ്ഷൻ സി ഡോക്ടർ A ജയതിലക്. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ഡോക്ടർ V നാരായണൻ. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ സി സജി ചെറിയാൻ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസ്സി തോമസിന്റെ ജന്മസ്ഥലം എവിടെ? ഓപ്ഷൻ ബി ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഓപ്ഷൻ ഡി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമ നടൻ ആര്? ഓപ്ഷൻ ബി മോഹൻലാൽ. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം തജാക്കിസ്ഥാൻ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ഓപ്ഷൻ ബി ഷിപ്കില. ബഹിഷ്കരണ സമരരീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ സി 3-4.
CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ സി DK കാർവേ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്രനിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? 1951-52 കാലയളവിൽ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി 3. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. കമ്മീഷൻ ഘടന? ഓപ്ഷൻ സി മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമ വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. വിവരാവകാശ കമ്മീഷന്റെ ഘടന. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻ സി ശ്രീ V ഹരി നായർ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? ഓപ്ഷൻ ബി NH66 മുംബൈ ഗോവ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി അനുച്ഛേദം 39D. കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല? ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ പള്ളിവാസൽ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം? ഓപ്ഷൻ ബി 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി? ഓപ്ഷൻ ബി C ബാലകൃഷ്ണൻ. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? ഓപ്ഷൻ സി പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഓപ്ഷൻ സി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? ഓപ്ഷൻ എ കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? ഓപ്ഷൻ സി ഗിഫോർഡ്. ഗ്രാഫീൻ എന്താണ്? ഓപ്ഷൻ ഡി കാർബണിന്റെ ഒരു അലോട്രോപ്പ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ 1975 ഇംഗ്ലണ്ട്. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. ഭാരതി ശിവാജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തിയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽ പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം? ഓപ്ഷൻ സി തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഓപ്ഷൻ ബി ഹൃദയം. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ഖരം. ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആയോഗിന്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി ഡൽഹി. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കേന്ദ്ര ബജറ്റ് 2023-24. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണം. ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം? ഓപ്ഷൻ ഡി നീണ്ടകര. തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്? ഓപ്ഷൻ ബി മഹാത്മാ അയ്യങ്കാളി. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണികഴിപ്പിച്ചത്? ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ സൗദി അറേബ്യ.
കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പാമ്പാടൻ ഷോല ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. മതികെട്ടാൻ ഷോല 2003 ദേശീയ ഉദ്യാനമായി. ഇരവികുളം നീലഗിരി താർ, സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാതമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ലൂ. രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി പ്രോട്ടോസോവ. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി സാൽമണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശമേത്? ഓപ്ഷൻ സി മോണോസൈറ്റ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്ര? ഓപ്ഷൻ ഡി 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി BCG. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? ഓപ്ഷൻ ബി 9 മുതൽ 11 mg വരെ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളി ഏത്? ഓപ്ഷൻ സി മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഓപ്ഷൻ ഡി ജീവകം കെ. അനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി? ഓപ്ഷൻ എ VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ? ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഓപ്ഷൻ സി ചൈന. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ എ ആന്ധ്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം? ഓപ്ഷൻ സി വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഓപ്ഷൻ എ ഡോക്ടർ V നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ മഹാനദി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്? ഓപ്ഷൻ എ അഗസ്ത്യമല. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ? ഓപ്ഷൻ ഡി കൊല്ലം ചെങ്കോട്ട. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി കാസർഗോഡ്. കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ഓപ്ഷൻ സി 20 വർഷം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്? ഓപ്ഷൻ ബി മർബറി വസ് മാഡിസൺ കേസ് 1803. തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി സുകൃതം. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. P സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ഓപ്ഷൻ എ മരണ സർട്ടിഫിക്കറ്റ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ഓപ്ഷൻ ഡി ക്ലോറോഫ്ലൂറോ കാർബൺ. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തതേതാണ്? ഓപ്ഷൻ ബി മലേറിയ. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ഓപ്ഷൻ എ കരൾ. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം? ഓപ്ഷൻ എ ജീവകം ഡി. പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ഓപ്ഷൻ ബി സ്തന അർബുദം.
കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏത്? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്? ഓപ്ഷൻ ഡി ഇവയിലെല്ലാം. സിറിഞ്ചിന്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിന്റെ കസേരയിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്ര. 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ജെയിംസ് രണ്ടാമൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി തോമസ് ജെഫേഴ്സൺ. 2024 ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? ഓപ്ഷൻ ഡി സീൻ നദി. തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1 and 3. 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാര്? ഓപ്ഷൻ എ HC മുഖർജി, VT കൃഷ്ണമാചാരി. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഓപ്ഷൻ ബി അയർലൻഡ്. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി അനുച്ഛേദം 360. 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി കൂറുമാറ്റ നിരോധന നിയമം. എഡ്ജ് എന്നത് എന്താണ്? ഓപ്ഷൻ എ വെബ് ബ്രൗസർ. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? ഓപ്ഷൻ ഡി സൈബർ സ്റ്റാക്കിംഗ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത? ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം. അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ പൂവൻ. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ? ഓപ്ഷൻ ഡി ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം? ഓപ്ഷൻ എ മെനിഞ്ചസ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ഓസ്റ്റിയോപൊറോസിസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതേത്? ഓപ്ഷൻ ബി നിപ. നിപ ഒരു വൈറസ് രോഗമാണ്. ബാക്ടീരിയ രോഗങ്ങളാണ് ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി മനുഷ്യർ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ സി അതിറോക്ലിറോസിസ്. കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? ഓപ്ഷൻ സി മണൽ ഖനനം. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംബോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ഓപ്ഷൻ എ ബംഗളൂരു. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ഓപ്ഷൻ ബി അരളി വന്യജീവി സങ്കേതം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ജൂള്.
വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷ് ആണ്. ഓപ്ഷൻ ബി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഏകദേശം 200-ലധികം ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നാളത്തെ പരീക്ഷയിൽ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അതുപോലെ അല്ലാതെ 2017 മുതൽ 2025 വരെയുള്ള അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാം പഠിക്കുക കേട്ടോ, എല്ലാം പഠിക്കുക. നാളെ നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്